കേരളത്തിന്റെ തീരക്കടലിൽ തോട്ടപ്പള്ളിക്കടുത്ത് വെച്ച് MSC എൽസ 3 എന്ന വലിയ ചരക്കുകപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിനും കടൽ തീരത്തിനും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇതിന് പരിഹാരം കാണാനായി കേരള സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ അപകടം കാരണം സർക്കാരിന് 9,531 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കാണിച്ച് ഒരു നിയമപരമായ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അഗിറ്റേറ്റ 2 എന്ന മറ്റൊരു കപ്പൽ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു. ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അഗിറ്റേറ്റ 2 എന്ന മറ്റൊരു കപ്പൽ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു. ഈ വലിയ തുക നഷ്ടപരിഹാരമായി കെട്ടിവെക്കുന്നതുവരെ അഗിറ്റേറ്റ 2 കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് തടഞ്ഞുവെക്കാനാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീം നിർദ്ദേശിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ സമുദ്രവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുന്ന ആദ്യ നിയമ പോരാട്ടമാണിത്. ഈ കേസ് ജൂലൈ 10 വീണ്ടും കോടതിയിൽ പരിഗണിക്കും. കപ്പൽ മുങ്ങിയതിലൂടെ സംസ്ഥാനത്തിനുണ്ടായ ഭീമമായ നഷ്ടത്തിന് ഒരു സുരക്ഷ എന്ന നിലയിലാണ് അഗിറ്റേറ്റ 2 കപ്പൽ പിടിച്ചെടുക്കണമെന്ന ആവശ്യം പരിസ്ഥിതി സ്പെഷ്യൽ സെക്രട്ടറി സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. കഴിഞ്ഞ മെയ് 25-നാണ് 643 കണ്ടെയ്നറുകളുമായി വന്ന MSC എൽസ 3 കപ്പൽ അപകടത്തിൽപ്പെട്ടത്. ഈ ദുരന്തത്തെ തുടർന്ന് കപ്പലിൽ നിന്ന് അപകടകരമായ രാസവസ്തുക്കളും ടൺ കണക്കിന് പ്ലാസ്റ്റിക് തരികളും കടലിലേക്ക് വ്യാപകമായി ചോർന്നു. ഇത് തീരദേശത്തെ പരിസ്ഥിതിയെയും കടലിലെ മത്സ്യസമ്പത്തിനെയും കൂടാതെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സാമ്പത്തിക ജീവിതത്തെയും വളരെ മോശമായി ബാധിച്ചുവെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. സർക്കാരിന്റെ കണക്കനുസരിച്ച് ഈ അപകടം മൂലം പരിസ്ഥിതിക്ക് നേരിട്ട നാശനഷ്ടം, മത്സ്യത്തൊഴിലാളി സമൂഹത്തിനുണ്ടായ വരുമാന നഷ്ടം, മലിനീകരണം നീക്കം ചെയ്യാനും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താനും ആവശ്യമായ വലിയ ചെലവുകൾ എന്നിങ്ങനെ 3 പ്രധാന മേഖലകളിലാണ് ഈ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് കടലിൽ വീണ 61 കണ്ടെയ്നറുകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ കേരളത്തിലെ വിവിധ ജില്ലകളിലെ തീരങ്ങളിൽ ഒഴുകിയെത്തി. ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള ചോർച്ചകളും കടലിലുണ്ടായ മലിനീകരണത്തെക്കുറിച്ചുള്ള ഭീതിയും കാരണം മത്സ്യവിപണിയെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയും ഇത് വലിയ രീതിയിൽ ബാധിച്ചു. ഇതുകൂടാതെ ഒരു തിമിംഗലവും 5 ഡോൾഫിനുകളും കേരളത്തിന്റെ വിവിധ തീരങ്ങളിൽ ചത്തടിഞ്ഞത് കടലിൽ വ്യാപിച്ച മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ഗുരുതരമായ ആഘാതത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സംശയിക്കപ്പെടുന്നു. ടൺ കണക്കിന് പ്ലാസ്റ്റിക് തരികൾ കടൽ തീരങ്ങളിൽ നിന്നും തീരപ്രദേശങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമായി നടന്നുവരികയാണ്. മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിന്റെ മേൽനോട്ടത്തിൽ 600 ഉദ്യോഗസ്ഥരും 300 സന്നദ്ധ പ്രവർത്തകരും യന്ത്രസഹായത്തോടെയും അല്ലാതെയും ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി ഏർപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു വലിയ ദൗത്യമാണ്. ഈ വലിയ ദുരന്തങ്ങളെ കേരള സർക്കാർ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുകയും അപകടത്തിൽ ദുരിതബാധിതരായ ആളുകൾക്ക് സഹായം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തം കാരണം ജീവിതം വഴിമുട്ടിയ 78,498 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 27,000 അനുബന്ധ തൊഴിലാളികൾക്കും 1000 രൂപ വീതം ധനസഹായവും സൗജന്യ റേഷനും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ 9,531 കോടി രൂപയുടെ നഷ്ടപരിഹാര തുകയ്ക്ക് ഈ കേസ് പൂർണ്ണമായി തീർപ്പാക്കുന്നതുവരെ 6% പലിശ സഹിതം തുക നൽകണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. നിയമപരമായ ക്ലെയിമുകളിൽ നിന്ന് രക്ഷപ്പെടാനായി MSCയുടെ പല കപ്പലുകളും ചില ചെറിയ കമ്പനികളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും ഈ കപ്പലുകളുടെ പ്രവർത്തനത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും വിലാസവും MSCക്ക് തന്നെയാണെന്ന് സർക്കാർ തങ്ങളുടെ ഹർജിയിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കേസിലെ നിയമ നടപടികൾക്ക് വളരെ വലിയ പ്രാധാന്യവുമുണ്ട്. കാരണം ഇത് ഭാവിയിൽ സമാനമായ സമുദ്ര അപകടങ്ങളിൽ നിന്ന് നമ്മുടെ പരിസ്ഥിതിയെയും സമൂഹത്തെയും സംരക്ഷിക്കുന്നതിൽ ഒരു മാതൃകയായി മാറാൻ സാധ്യതയുമുണ്ട്.